ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 ഇമാജിനേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ 3ാമത്തെ ലെസൺ ആയിട്ടുള്ള ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ലെസണിലത്തെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ അവർ ഫസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 1. Dev is trying to list out the events in the early life of Helen Keller. അപ്പോൾ എന്താണ് ദേവ് എന്ന് പറയുന്ന കുട്ടി ഈ ഹെലൻ കെല്ലറിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഏർലി ടൈംസിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് ഈവൻറ്റ്സ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഹീ ഈസ് നോട്ട് ഏബിൾ ടു പുട്ട് ദം ഇൻ ഓർഡർ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ദേവിന് എന്ത് പറ്റുന്നില്ല, ഇത് ഓർഡറിലാക്കാൻ പറ്റുന്നില്ല. റീഡ് ദ പാസേജ് വൺസ് അഗെയിൻ ആൻഡ് ഹെൽപ്പ് ഹിം റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ താഴെ എന്താണ്, അപ്പോൾ താഴെ ഈവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഓർഡറിൽ എഴുതണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷീ ബിക്കെയിം a year old. അപ്പോൾ ഒരു വയസ്സായപ്പോൾ എന്താണ്, ഹെലൻ നടക്കാനായിട്ട് തുടങ്ങി. ഹെലൻ ലേൺ ദ വേർഡ് വാട്ടർ ഇൻ ഹർ ഏർലി മന്ത്സ്. ഹെലൻ എന്താണ്, വാട്ടർ എന്ന വേർഡ് പഠിച്ചു. there was a heated discussions on naming the baby. അപ്പോൾ ഈ ബേബിക്ക് പേരിടുന്നതിനെ കുറിച്ചിട്ട് ഒരു വളരെ വലിയ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. അപ്പോൾ ആ ഫാമിലിയിലത്തെ ഫസ്റ്റ് ബേബി ആയിരുന്നു ഹെലൻ. ഹെലൻ ഫെൽ ഇല്ല, ഹെലൻക്ക് എന്താണ്, അസുഖം വന്നു, പിടിപെട്ടു. മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. അപ്പോൾ ഈ ബേബിക്ക് ഹെലൻ കെല്ലറിന് സജസ്റ്റ് ചെയ്ത പേര് എന്തായിരുന്നു, മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈവൻറ്റ്സ്. ഇനി ഈവൻറ്റ്സ് നമുക്ക് കറക്റ്റ് ഓർഡറിലാക്കണം. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം വരിക, ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. അപ്പോൾ ആ ഫാമിലിയിലത്തെ ആദ്യത്തെ ബേബി ആയിരുന്നു ആര്, ഹെലൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ത് വരും, ദ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻസ് ഓൺ നെയിമിങ് ദ ബേബി. അപ്പോൾ എന്താണ്, ഈ കുട്ടിക്ക് പേരിടുന്നതിനെ കുറിച്ചിട്ട് ഒരു വലിയൊരു ഡിസ്കഷൻ നടന്നു. മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. അപ്പോൾ ഈ ബേബിക്ക് ആദ്യം സജസ്റ്റ് ചെയ്ത പേരെന്തായിരുന്നു, മിൽഡ്രഡ് ക്യാമ്പൽ. ഓക്കെ, ഇനി അടുത്തത് എന്താ, നാലാമത്തെ, ഹെലൻ ലേൺ ദ വേർഡ് വാട്ടർ ഇൻ ഹർ ഏർലി മന്ത്സ്. അപ്പോൾ ഏർലി മന്ത്സിൽ എന്താണ്, ഹെലൻ ഒരു വേർഡ് പഠിച്ചു. അപ്പോൾ എന്തായിരുന്നു ആ വേർഡ്, വാട്ടർ. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷീ ബിക്കെയിം എ ഇയർ ഓൾഡ്. അപ്പോൾ എന്താണ്, ഒരു വയസ്സായപ്പോൾ ഹെലൻ നടക്കാനായിട്ട് തുടങ്ങി. ഹെലൻ ഫെൽ ഇല്ല, എന്നിട്ട് എന്ത് സംഭവിച്ചു, ഹെലന് അസുഖം പിടിപെട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 2. ഇനി അടുത്തത് എന്താ, ചൂസ് അനദർ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫ്രം ദ ഓപ്ഷൻ ഗിവൻ ബിലോ ഫോർ ദ പാസേജ്. അപ്പോൾ ഈ പാസേജിന് എന്താണ് സ്യൂട്ടാവുന്ന ഒരു ഓപ്ഷൻ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. ദ ക്വസ്റ്റ് ഫോർ എ നെയിം, അൺഫോൾഡിങ് ഗ്രീഫ്, സീസൺസ്. അപ്പോൾ ദ ക്വസ്റ്റ് ഫോർ എ നെയിം എന്ന് നമുക്ക് കൊടുക്കാം. യു മേ ഓൾസോ ഗീവ് വൺ ഓഫ് യുവർ ഓൺ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് എഴുതണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം, കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ ട്രിം ഫോർ അഡ്വേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അതായത് വിപത്തുകളെ, ആപത്തുകളെ ഒക്കെ അതിജീവിക്കുന്ന എന്നൊരു പേരാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ടൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി അടുത്തത് എന്താ, ആക്ടിവിറ്റി 3. സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്. അപ്പോൾ എന്താണ്, ചില സീസൺസിനെ കുറിച്ചിട്ട് പാസേജിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൻ ബിലോ. അപ്പോൾ എന്താണ്, താഴെ സീസൺസ് എഴുതാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്, ഫീച്ചേഴ്സ് എഴുതാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഒരു സീസൺ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ഏതാണ്, സ്പ്രിംഗ് ആണ്. അപ്പോൾ സ്പ്രിങ്ങിൽ എന്ത് സംഭവിച്ചെന്നാണ് സ്റ്റോറിയിൽ പറയുന്നത്, ദ റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ് സിംഗ് മെലഡിയസ് സോങ്സ്. അപ്പോൾ എന്താണ്, റോബിൻ ബേർഡും അതുപോലെ തന്നെ മോക്കിംഗ് ബേർഡും മെലഡിയസ് ആയിട്ടുള്ള സോങ് പാടുക സ്പ്രിംഗ് സീസണിലാണ്. ദെൻ ബാക്കി സീസൺസിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കി നോക്കാം. ഇനി അടുത്തത് സമ്മർ സീസണിലാണ്. അപ്പോൾ സമ്മർ സീസണിൻ്റെ ഫീച്ചേഴ്സ് എന്താ പറയുന്നത്, കണ്ടിന്യൂർ ബ്ലൂമിങ് ഓഫ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ ഈ റോസസും ഫ്രൂട്ട്സും ഒക്കെ ബ്ലൂം ചെയ്തു. വാം വെതർ ആൻഡ് ലോങ്ങർ ഡേ ലൈറ്റ് ഹവർ. വാം വെതറും ആണ്, അതുപോലെ തന്നെ ലോങ്ങർ ഡേ ലൈറ്റുമാണ്. പിന്നെ അടുത്തത് ഓട്ടം സീസൺ ആണ്. ഓട്ടം സീസണിൽ എന്താ, ഗോൾഡൻ ഫ്രൂട്ട്സും ഷെഡിങ് ലീവ്സും അതുപോലെ തന്നെ ഹാർവസ്റ്റ് ടൈം. ഇനി അടുത്ത സീസൺ ഏതാ,
ഇനി അടുത്തത് വിൻ്റർ ആണ്. വിൻ്ററിൻ്റെ ഫീച്ചർ എന്താ? ഹെലൻ കെല്ലർ വാസ് സ്ട്രക്ക് ബൈ ആൻ ഇൽനെസ് ദാറ്റ് ലെഫ്റ്റ് ഹെർ ബ്ലൈൻഡ് ആൻഡ് ഡഫ്. അപ്പോൾ എന്താണ്? ഹെലൻ കെല്ലറിന് ഒരു രോഗം പിടിപെട്ടു. ആ രോഗം എന്ത് ചെയ്തു? ഹെലൻ കെല്ലറിൻ്റെ കാഴ്ച ശക്തിയും കേൾവി ശക്തിയും പൂർണ്ണമായി നഷ്ടപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് ഓരോ സീസണിൽ സംഭവിച്ച കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ ഫോർത്ത് ആക്ടിവിറ്റി എന്താണ്? ഹൗ മെനി സീസൺസ് ഡു വി ഹാവ് ഇൻ ഇന്ത്യ? നമ്മുടെ ഇന്ത്യയിൽ എത്ര സീസൺസ് ഉണ്ട്? കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹൗ നേച്ചർ ലുക്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സീസൺസിൽ എങ്ങനെയായിരിക്കും സീസൺ ഉണ്ടാവുക? അപ്പോൾ അത് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അത് കൂട്ടുകാർ സെർച്ച് ചെയ്ത് നോക്കാനാണ്, അത് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇൻ ഇന്ത്യ ഹാസ് 4 ട്രഡീഷണൽ സീസൺസ്. അപ്പോൾ 4 ട്രഡീഷണൽ സീസൺസ് ആണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഏതാണ്? വിൻ്റർ ആണ്. വിൻ്റർ ഡിസംബർ മുതൽ ഫെബ്രുവരി വിൻ്റർ. ദെൻ സമ്മറാണ്. സമ്മറിന് ഗ്രീഷ്മ ഋതു എന്ന് പറയും. അത് മാർച്ച് മുതൽ മെയ് വരെയാണ്. ദെൻ മൺസൂൺ ആണ്, വർഷ ഋതു. അത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ദെൻ ഓട്ടം ആണ്. ഓട്ടം ഒക്ടോബർ മുതൽ നവംബർ വരെ. അപ്പോൾ മെയിൻലി 4 സീസൺസ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 5 ആണ്. ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ. അപ്പോൾ നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടറാണെന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കിട്ടി? ഹെലൻ കെല്ലറിൻ്റെ അമ്മയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ നിങ്ങൾ ഹെലൻ കെല്ലറിൻ്റെ മദറായിട്ടുള്ള കെയ്റ്റ് കെല്ലറിനോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും? ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ഫൗണ്ട് ദാറ്റ് ഹെലൻ വാസ് ഡെഫ് ആൻഡ് ബ്ലൈൻഡ്? അപ്പോൾ എന്താണ്? ഹെലൻ കെല്ലർ ഇങ്ങനെ ഡെഫും ബ്ലൈൻഡും, ചെവി കേൾക്കാതെയും കണ്ണ് കാണാതെയും ആയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഡിഡ് യു എവർ തിങ്ക് ഹെലൻ വുഡ് ബി ഏബിൾ ടു ലേൺ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ലൈക്ക് അതർ കിഡ്? അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ മറ്റു കുട്ടികളുടെ പോലെ ഹെലൻ കെല്ലർക്ക് വായിക്കാനും എഴുതാനും ഒക്കെ പറ്റുമെന്ന്? പിന്നെ നമുക്ക് എന്ത് ചോദിക്കാം? വാട്ട് വാസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് പാർട്ട് ഓഫ് ടീച്ചിങ് ഹെലൻ ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ഇറ്റ്? അപ്പോൾ എന്താണ്? ഹെലനെ പഠിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു? എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്? ഹൗ ഡിഡ് ഹെലൻ സിബ്ലിങ്സ് ട്രീറ്റ് ഹെർ ആൻഡ് ഡിഡ് ദേ ഹെൽപ്പ് വിത്ത് ഹെർ ലേണിംഗ്? അപ്പോൾ എന്താണ്? എങ്ങനെയാണ് ഹെലൻ കെല്ലറിൻ്റെ സിബ്ലിങ്സ് ഹെലനെ ട്രീറ്റ് ചെയ്തത്? അവർ പഠിക്കാനൊക്കെ സഹായിച്ചിരുന്നോ? വാട്ട് വാസ് ദ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് യു എക്സ്പീരിയൻസ് വൈൽ ടീച്ചിങ് ഹെലൻ? അപ്പോൾ ഹെലനെ ടീച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഏറ്റവും നല്ല മൊമെൻറ്റ് ഏതാണ്? ഹൗ ഡിഡ് യു എക്സ്പ്ലെയിൻ ദ വേൾഡ് ടു ഹെലൻ സിൻസ് ഷീ കുഡൻ സീ ഓർ ഹിയർ ഇറ്റ്? അപ്പോൾ കാണാനും പറ്റില്ല, അതുപോലെ കേൾക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഹെലൻക്ക് എങ്ങനെയാണ് ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഹെലൻ കെല്ലറിൻ്റെ അമ്മേനോട് ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ലെസണും ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.